ഡിയർ സോൾസ്, നമുക്കിന്ന് ആർക്കേഞ്ചൽ മെസ്സേജസ് എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ നോ എന്ന കാർഡാണ് വന്നിരിക്കുന്നത്. നോ എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾ വളരെയധികം വറീഡാണ്, അല്ലെങ്കിൽ വിഷമിക്കുന്നുണ്ട്. നിങ്ങൾ വളരെയധികം പ്രാർത്ഥിക്കുന്നു, ഭഗവാന്റെ അടുത്ത് നിങ്ങൾ വല്ലാതെ പ്രാർത്ഥിക്കുന്നു. അതായത് നിങ്ങളുടെ പിന്നെ ഏഞ്ചലിൻ്റെ അടുത്ത് നിങ്ങൾ വളരെയധികം നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് അതിനൊരു തീരുമാനമുണ്ടാകണം എന്ന് തന്നെ നിങ്ങൾ വളരെ വേദനയോടുകൂടിയും ആത്മാർത്ഥമായും പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് അതിനെ ഓർത്ത് നീ വിഷമിക്കേണ്ട കാര്യമില്ല, നോ വറി എന്നാണ് നമുക്ക് ഈ കാർഡ് കിട്ടിയിരിക്കുന്നത്. അടുത്ത കാർഡ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും, റീകൺസിഡർ ചെയ്യേണ്ടി വരും എന്ന് കാണിക്കുന്നു. തെറ്റുകളുണ്ടാകാം, കുറ്റങ്ങളുണ്ടാകാം. അത് നമ്മൾ അതിനെയൊക്കെ ഒന്ന് മനസ്സിലാക്കി പെരുമാറണം. അങ്ങനെയാണ് റീകൺസിഡർ ചെയ്യുക എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് വരുന്നു ബിഗ് ഹാപ്പി ചേഞ്ചസ് എന്നാണ്. അപ്പോൾ ഇത്രയും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ വറി അല്ലെങ്കിൽ വിഷമങ്ങൾ ഒക്കെ നിങ്ങൾ നിർത്തൂ, മതി. ഇനി നിങ്ങളിങ്ങനെ സങ്കടപ്പെട്ട് കരഞ്ഞും കൊണ്ടിരിക്കേണ്ട, അതൊക്കെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തോളൂ. എന്നിട്ട് റീകൺസിഡർ ചെയ്യൂ. നിങ്ങൾ കുറച്ചൊന്ന് പിന്നെ അയേണ്ടിയിരിക്കുന്നു എന്നാണ് അതിനകത്ത് അർത്ഥം വരുന്നത്. അതിന് ശേഷം ബിഗ് ഹാപ്പി ചേഞ്ചസ് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ചേഞ്ചസ് വരാൻ പോകുന്നു. വളരെ സന്തോഷകരമായ ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു, ട്രാൻസ്ഫോർമേഷൻ വരാൻ പോകുന്നു എന്ന് കാണിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന വളരെ ദിവ്യമായ സന്ദേശം ആർക്കേഞ്ചൽ ഭാഗത്തുനിന്ന് ഇതാണ്. അതുകൊണ്ട് എല്ലാവരും പിന്നെ വളരെ സന്തോഷമായിരിക്കൂ. വറി ആയിട്ട് കാര്യമില്ല. മനസ്സ് വേദനിപ്പിച്ചിട്ടോ ഭക്ഷണം കഴിക്കാതിരുന്നിട്ടോ ദുഃഖിച്ചിട്ടോ കാര്യമില്ല. നമ്മുടെ ഭാഗത്തുള്ള ചില വിട്ടുവീഴ്ചകൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഏഞ്ചൽ നിങ്ങൾക്ക് തരാൻ പോകുന്നത് ബിഗ് ഹാപ്പി ചേഞ്ചസ് ആണ് എന്നാണ് നമുക്കിന്ന് തന്നിരിക്കുന്ന സന്ദേശം. ഓക്കെ, എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു.